ക്രൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MS വേർഡിൻ്റെ പാർട്ട് 21 വീഡിയോ ആണിത്. ഇന്ന് നമുക്ക് ഇൻസേർട്ട് ടാബിലെ ലിങ്ക്സ് ഗ്രൂപ്പിലെ കമാൻഡ്സ് നോക്കാം. ഈ ഗ്രൂപ്പിൽ 3 കമാൻഡ്സാണുള്ളത്: ലിങ്ക്, ബുക്ക് മാർക്ക്, ക്രോസ് റെഫറൻസ്. നമ്മൾ തയ്യാറാക്കുന്ന ഡോക്യുമെൻറ്റിൽ നിന്നുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും ഡോക്യുമെൻറ്റിലേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെബ്സൈറ്റുകളിലേക്ക് പോകാനോ അതുമല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റിനകത്ത് തന്നെ പല പ്ലേസസിലേക്ക് മൂവ് ചെയ്യാനോ ഒക്കെയുള്ള ലിങ്ക്സ് ഇൻസേർട്ട് ചെയ്യാനാണ് ഈ ഗ്രൂപ്പിലെ കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ആദ്യത്തെ കമാൻഡ് ലിങ്ക് ആണ്. ലിങ്ക് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ലിങ്ക് ആണ്. നമ്മൾ ക്രോം ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ലിങ്ക്സ് നമുക്ക് കാണാം. അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളതാണ് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഹസാർഡ്സ് ഓഫ് അൾട്രാവയലറ്റ് റേഡിയേഷൻ എന്നത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻ്റർ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു ഇൻഫർമേഷൻ ഇവിടെ കിട്ടും. പിന്നീട് താഴോട്ട് ഇതുപോലെ ഒരുപാട് ലിങ്ക്സ് നമുക്ക് കാണാം. ഇവയുടെ പ്രത്യേകത, ഇവയെല്ലാം ഒരു ബ്ലൂ കളറിലായിരിക്കും കാണപ്പെടുന്നത്. നമ്മൾ മൗസ് പോയിൻ്റർ ഇവിടെ കൊണ്ടുവരുമ്പോൾ മൗസ് പോയിൻ്റർ ഒരു ഹാൻഡിൻ്റെ ഫോമിലേക്ക് മാറുന്നത് കാണാം. അതുപോലെ ഇതെല്ലാം താഴെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതും കാണാം. ഈ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ വെബ്സൈറ്റിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസും ഗ്യാദർ ചെയ്യാം. ഇതുപോലെയുള്ള ലിങ്കുകളെയാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മളെ ഡോക്യുമെൻറ്റിനകത്ത് ഹൈപ്പർ ലിങ്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതേപോലെ വെബ്സൈറ്റിലേക്ക് വരാനായാലും നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് ഡോക്യുമെൻറ്റിലേക്ക് പോകാനും ഒക്കെ നമുക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ കമാൻഡ് ഒന്ന് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ലിങ്ക് ടു എന്ന് കൊടുത്തിട്ട് എക്സിസ്റ്റിംഗ് ഫയൽ ഓർ വെബ് പേജ്, പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെൻറ്റ്, ക്രിയേറ്റ് ന്യൂ ഡോക്യുമെൻറ്റ്, ഇമെയിൽ അഡ്രസ്സ് എന്നിങ്ങനെ 4 ഓപ്ഷനുകൾ ഇവിടെ ഉണ്ട്. അതിനുശേഷം ലുക്ക് ഇൻ, കറൻറ്റ് ഫോൾഡർ, ബ്രൗസ്ഡ് പേജസ്, റീസെൻറ്റ് ഫയൽസ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എക്സിസ്റ്റിംഗ് ഫയൽ എന്ന് പറയുന്നത് ഈ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് സേവ് ചെയ്തിരിക്കുന്ന വേറെ ഫയലുകളാണ്. അവിടേക്ക് പോകുവാനായിട്ട് നമുക്കിതുപോലെ ലിങ്ക് ക്രിയേറ്റ് ചെയ്തിടാം. ആ എക്സിസ്റ്റിംഗ് ഫയൽ നമ്മുടെ ഈ കറൻ്റായിട്ട് ഇവിടെ ഓപ്പൺ ആയി കിടക്കുന്ന ഈ ഫോൾഡറിനകത്ത് ആണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ബ്രൗസ് ചെയ്ത പേജസ് സെലക്ട് ചെയ്യുകയാണെങ്കിലും റീസെൻറ്റ് ഫയൽസ് സെലക്ട് ചെയ്യുകയാണെങ്കിലും ഇതേപോലെ 1 by 1 ആയിട്ട് വരും. അതിനകത്ത് നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ല, ഒരു പുതിയ വെബ്സൈറ്റ് ആണ് നമുക്ക് ആവശ്യമെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് ഇവിടെ അറിയാമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തും കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഡോക്യുമെൻറ്റ് നോക്കുമ്പോൾ തന്നെ ഒരു എക്സിസ്റ്റിംഗ് ഫയലും കൂടെ നോക്കേണ്ട ഒരാവശ്യകത വന്നാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഉദാഹരണമായി ഈ ഡോക്യുമെൻറ്റിനകത്ത് അൾട്രാവയലറ്റ് റേഡിയേഷനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഹസാർഡ്സും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്നുള്ള ഫയലിൽ ഈ ഹസാർഡ്സിനെ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള മെഷേഴ്സുമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഫയലിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എഴുതിയിരിക്കുന്ന ഫയലിലേക്ക് പോകാൻ ഒരു ലിങ്ക് നമുക്ക് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിടാം. നമുക്കിപ്പോൾ ഈ ഡോക്യുമെൻറ്റിൻ്റെ താഴെ ഇങ്ങനെയൊന്ന് ടൈപ്പ് ചെയ്യാം: ഫോർ പ്രിവെൻറ്റീവ് മെഷേഴ്സ് പ്ലീസ് റെഫർ ദിസ് ഡോക്യുമെൻ്റ് എന്ന്. എന്നിട്ട് ആ ദിസ് ഡോക്യുമെൻ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത ആ പ്രിവെൻറ്റീവ് മെഷേഴ്സിൻ്റെ ഡോക്യുമെൻറ്റിലേക്ക് പോകത്തക്ക വിധത്തിൽ ലിങ്ക് ഇൻസേർട്ട് ചെയ്യാം. ഫോർ പ്രിവെൻറ്റീവ് മെഷേഴ്സ് പ്ലീസ് റെഫർ ടു ദിസ് ഡോക്യുമെൻ്റ് എന്നോ അല്ലെങ്കിൽ പ്ലീസ് റെഫർ എന്ന് കൊടുത്തിട്ട് ആ പ്ലീസ് റെഫർ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം ലിങ്ക് സെലക്ട് ചെയ്യുക. പിന്നീട് ഇവിടെ ഓൾറെഡി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ല, മറ്റേതെങ്കിലും ഫോൾഡറിലോ ഏതെങ്കിലും ലൊക്കേഷനിലോ ആണ് ഇത് ഇട്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വേറെ ലൊക്കേഷൻസ് ഓപ്പൺ ആയി വരും. അവിടെ നിന്ന് എവിടെയാണ് നമ്മൾ സേവ് ചെയ്തിട്ടിരിക്കുന്നത് ആ ലൊക്കേഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്കിത് സെലക്ട് ചെയ്യാം. ഇവിടെ ടെസ്റ്റ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് പ്ലീസ് റെഫർ എന്ന് വന്നിട്ടുണ്ട്. അത് ഇവിടെ കൊടുത്തത് നമ്മൾ സെലക്ട് ചെയ്ത് ഇവിടെ നമ്മൾ പ്ലീസ് റെഫർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ മെഷേഴ്സ് വരെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നേരെ നമ്മൾ ഈ ബോക്സ് ഓപ്പൺ ചെയ്തിരുന്നുവെങ്കിൽ നമുക്കിവിടെ വേണമെങ്കിൽ പ്ലീസ് റെഫർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് ഇവിടെ വരും. ഇവിടെ അഡ്രസ്സായിട്ട് ഈ നെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ ആ പ്ലീസ് റെഫർ എന്നുള്ളത് ഒരു ബ്ലൂ കളറിലായിട്ട് മാറുകയും ചെയ്തു. അതിൻ്റെ അടിയിൽ അണ്ടർലൈൻ വരികയും ചെയ്തു. മാത്രമല്ല, മൗസ് പോയിൻ്റർ ഇവിടെ കൊണ്ടുപോകുമ്പോൾ മുകളിലൊരു ബോക്സ് കാണാം. അവിടെ ആ ഡോക്യുമെൻറ്റിൻ്റെ പാത്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ താഴെ കൺട്രോൾ
പ്ലസ് ക്ലിക്ക് ടു ഫോളോ ലിങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച ശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഡോക്യുമെൻറ്റിലേക്ക് പോകാം. ആദ്യം കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ മൗസ് പോയിൻ്റർ ഒരു ഹാൻഡിൻ്റെ ഫോമിലേക്ക് മാറിയിരിക്കുന്നത് കാണാം. ഇനി മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ഡോക്യുമെൻറ്റിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരാനായിട്ട് സാധിച്ചു. ഡെസ്ക്ടോപ്പിൽ പോയോ അല്ലെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷനിൽ പോയോ നമുക്ക് അത് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വന്നില്ല. അതുപോലെ ഇവിടെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കാതെ തന്നെ ക്രോമിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ക്ലിക്ക് ഹിയറെന്നും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ലിങ്കിൽ ജസ്റ്റ് നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോഴേക്ക് നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യണമെങ്കിൽ നമ്മൾ ഫയൽ സെലക്ട് ചെയ്യുക, പിന്നീട് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക, അതിനുശേഷം അഡ്വാൻസ്ഡ് സെലക്ട് ചെയ്യുക. ഇവിടെ യൂസ് കൺട്രോൾ പ്ലസ് ക്ലിക്ക് ടു ഫോളോ ഹൈപ്പർ ലിങ്ക് എന്നുള്ളത് ടിക്ക് മാർക്കിൽ കിടക്കുകയാണ്. അത് നമ്മൾ അൺചെക്ക് ചെയ്യുക. അതിനായിട്ട് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, പിന്നീട് ഓക്കെ കൊടുക്കുക. ഇനി മൗസ് പോയിൻ്റർ ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് ആ ഡോക്യുമെൻറ്റിലേക്ക് പോകാം. അതുപോലെ തന്നെ മൗസ് പോയിൻ്റർ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ ഹാൻഡിൻ്റെ ഫോമിലായിട്ട് വരുന്നുണ്ട്. മുകളിൽ മെസ്സേജും കൺട്രോൾ പ്ലസ് ക്ലിക്ക് എന്നുള്ളത് മാറി ക്ലിക്ക് ഓർ ടാപ്പ് ടു ഫോളോ ലിങ്ക് അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ കറൻറ്റ് ഫോൾഡറിൽ ഉള്ളതുകൊണ്ട് അത് നമ്മൾ സെലക്ട് ചെയ്തെടുത്തു. അതല്ല നമ്മൾ റീസെൻറ്റ് ഫയൽസിലോ വല്ലതും ആണെങ്കിൽ അത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി അടുത്തത് വെബ് പേജിലേക്ക് എങ്ങനെ പോകാമെന്ന് നോക്കാം. ഇതുപോലെ ലിങ്ക് കൊടുത്ത് അതിനായി ഇവിടെ താഴെ നമുക്ക് ഫോർ മോർ ഇൻഫർമേഷൻ പ്ലീസ് വിസിറ്റ് എന്ന് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പ്ലീസ് വിസിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ ലിങ്ക് സെലക്ട് ചെയ്ത് ഇവിടെ നമ്മൾ നേരത്തെ ബ്രൗസ് ചെയ്ത പേജസ് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അഡ്രസ്സ് ഇവിടെ വരും, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അഡ്രസ്സ് അറിയാമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും അല്ലെങ്കിൽ നമുക്കതിൻ്റെ അഡ്രസ്സ് അറിയില്ല, നേരത്തെ നമ്മൾ ബ്രൗസ് ചെയ്തിട്ടുമില്ലെങ്കിൽ ജസ്റ്റ് ക്രോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മളിപ്പോൾ ഹസാർഡ്സ് ഓഫ് UV റേഡിയേഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെയാണ് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കാണിച്ചിരിക്കുന്നത്, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യാനായി ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, പിന്നീട് ഇത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം വേർഡ് സെലക്ട് ചെയ്യുക, പിന്നീട് ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴ്സർ ഇവിടെ വരുത്തുക. അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക, പിന്നീട് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ പ്ലീസ് വിസിറ്റ് എന്നുള്ള ആ വേർഡ്സിലും ഒരു ലിങ്ക് ഇൻസേർട്ടഡ് ആയി. ഇവിടെ മൗസ് പോയിൻ്റർ കൊണ്ടുവന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റായി, നേരത്തെ നമ്മൾ ക്രോം ഓപ്പൺ ചെയ്തിട്ടാണ് ആ വെബ്സൈറ്റിലേക്ക് പോയത്, ഇപ്പോൾ ക്രോം ഓപ്പൺ ചെയ്യാതെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ആ വെബ്സൈറ്റിലേക്ക് പോകാവുന്നതാണ്. ഈ കമാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റം ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം, അത് ശ്രദ്ധിക്കണം. അതുപോലെ ഇവിടെ പ്ലീസ് വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ മൗസ് പോയിൻ്റർ കൊണ്ടുവരുമ്പോൾ ഇവിടെ മുകളിൽ ആ ബോക്സിനകത്ത് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സാണ് കാണുന്നത്. അവിടെ നമുക്ക് ഈ വെബ്സൈറ്റിനെ കുറിച്ച് ഒരു 1-2 വാക്കിൽ നമുക്ക് എഴുതണമെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ വെബ്സൈറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ EPA എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു നോട്ട് പോലെ കൊടുക്കാം. അതിനായി ഈ ലിങ്ക് നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ എഡിറ്റ് ഹൈപ്പർ ലിങ്ക് ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. പിന്നീട് സ്ക്രീൻ ടിപ്പ് സെലക്ട് ചെയ്യാം, ഇവിടെ EPA എന്ന് കൊടുക്കാം, പിന്നീട് ഓക്കെ കൊടുക്കുക, ഇവിടെയും ഓക്കെ കൊടുക്കുക. ഇതിന് ശേഷം മൗസ് പോയിൻ്റർ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ മുകളിൽ EPA എന്ന് കാണാം. ആ ലിങ്ക് മാറി പകരം EPA എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് ഏത് വെബ്സൈറ്റ് ആണെന്ന്. ഇതാണ് ഇവിടുത്തെ ഈ സ്ക്രീൻ ടിപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നമുക്ക് മൗസ് പോയിൻ്റർ ഇവിടെ കൊണ്ടുവരുമ്പോൾ ചെറിയ ബോക്സിനകത്ത് ചെറിയ നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഒരു ചെറിയൊരു നോട്ട് കൊടുക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അടുത്തത് പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെൻ്റ് ആണ്. അതായത് ഈ ഡോക്യുമെൻറ്റിൻ്റെ പല പ്ലേസിലേക്ക് പോകാനായിട്ടുള്ള ഓപ്ഷനാണിത്. അത് സെലക്ട് ചെയ്യാം. ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. ടോപ്പ് ഓഫ് ദ ഡോക്യുമെൻറ്റ്, ഹെഡിങ്സ്, ബുക്ക് മാർക്സ്. ടോപ്പ് ഓഫ് ദ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ താഴെ എങ്ങാനും ഡോക്യുമെൻ്റ് താഴെ എങ്ങാനും നിൽക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒറ്റ ക്ലിക്ക് കൊണ്ട് ഡോക്യുമെൻ്റ് മുകളിലേക്ക് എത്താനായിട്ട് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തിടാം.
അതുപോലെ ഹെഡിങ്സ് എന്ന് പറയുമ്പോൾ ഈ ഡോക്യുമെൻറ്റിൻ്റെ പലവിധമായിട്ടുള്ള ഹെഡിങ്സിലേക്ക് പെട്ടെന്ന് പോകാനായിട്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്തിടാം. പിന്നീട് ബുക്ക് മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അത് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പഠിക്കാൻ നേരം ഇതൊന്നും കൂടി നമുക്ക് നോക്കാം. നമ്മൾ ബുക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാർക്ക് ചെയ്യുന്നത്, പിന്നീട് നമ്മൾ ഒരു ബുക്ക് റീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മറ്റൊരു ജോലിയിലേക്ക് പോകുമ്പോൾ എവിടം വരെയാണ് നമ്മൾ റീഡ് ചെയ്തതെന്ന് പിന്നീട് ഈ ഡോക്യുമെൻ്റ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, സാധാരണ ബുക്കിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ മാർക്കിങ്ങോ അല്ലെങ്കിൽ ഒരു ത്രെഡോ മറ്റോ എടുത്ത് വയ്ക്കുന്നത് പോലെ ഈ ഡോക്യുമെൻറ്റിൽ ഒരു മാർക്കിങ് കൊടുക്കാം. അതിനൊക്കെയാണ് ബുക്ക് മാർക്സ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബുക്ക് മാർക്സ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ട് അവിടേക്ക് പോകാനും വേണ്ടിയിട്ട് നമുക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ടോപ്പ് ഓഫ് ദ ഡോക്യുമെൻ്റ് പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം കേഴ്സർ ഏറ്റവും ബോട്ടം പോർഷനിൽ കൊണ്ടുവന്ന് നിർത്തണം. പിന്നീട് ഗോ ടു ടോപ്പ് എന്നോ മറ്റോ ഒന്ന് ടൈപ്പ് ചെയ്ത് ഇടുക. എന്നിട്ട് ഈ വേർഡ്സിനകത്ത് നമുക്ക് ലിങ്ക് ചെയ്യാം. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ലിങ്ക് കമാൻഡ് സെലക്ട് ചെയ്തിട്ട് പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്ത് ടോപ്പ് ഓഫ് ദ ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഓക്കെ കൊടുക്കാം. ഇനി നമ്മൾ ഈ ഡോക്യുമെൻറ്റ് നോക്കി താഴെ വന്നതിന് ശേഷം പെട്ടെന്ന് നമുക്ക് മുകളിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഉടനെ തന്നെ നമുക്ക് മുകളിലേക്ക് പോകാൻ സാധിക്കും. അടുത്തത് നമ്മൾ ഹെഡിങ്സ് ആണ്. ഈ ഹെഡിങ്സ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കിതെല്ലാം ഹെഡിങ്ങിൻ്റെ ആ ഒരു മോഡിലോട്ട് ആക്കണം. ഇതിപ്പോൾ കാണാൻ ഹെഡിങ്സ് പോലെ ഇരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഹോമിൽ ഇവിടെ ഹെഡിങ് സ്റ്റൈൽസ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു സ്റ്റൈലിൽ നമ്മൾ ഈ ഹെഡിങ്സിനെ എല്ലാം മാറ്റണം. അതിനുശേഷം നമുക്ക് ആ ഹെഡിങ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഹെഡിങ്സിലേക്ക് പെട്ടെന്ന് നമുക്ക് നാവിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഹെഡിങ് സ്റ്റൈലിലേക്ക് മാറ്റാനായി നമുക്ക് ആ ഹെഡിങ് സെലക്ട് ചെയ്യാം. പിന്നീട് ഇപ്പോൾ ഹെഡിങ്ങിൻ്റെ ഓരോ സ്റ്റൈൽസാണ്. ഹെഡിങ് 1 തന്നെ നമുക്ക് കൊടുക്കാം. ഇങ്ങനെ ഹെഡിങ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ബ്ലൂ കളറായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി ബ്ലാക്ക് തന്നെ കൊടുക്കാം, അതിന് കുഴപ്പമില്ല. പിന്നീട് അടുത്തത് സെലക്ട് ചെയ്യുക, ഹെഡിങ് കൊടുക്കുക, ബ്ലാക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് എല്ലാ ഹെഡിങ്സും ഇതുപോലെ ഹെഡിങ്സ് സെലക്ട് ചെയ്ത് പിന്നീട് ബ്ലാക്കും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാ ഹെഡിങ്സും നമ്മൾ ഈ ഒരു ഹെഡിങ് സ്റ്റൈലിലേക്ക് മാറ്റി. ഇവിടെ നമുക്ക് ഗോ ടു ഹെഡിങ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ആദ്യത്തെ ഹെഡിങ്ങിന് H1, പിന്നീട് H2 അങ്ങനെ കൊടുക്കാം. അതിനുശേഷം സ്ക്രീൻ ടിപ്പായിട്ട് നമുക്ക് ഓരോ ഹെഡിങ്ങിൻ്റെയും 1-2 വേർഡ്സ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കൊടുക്കാം. H1, H2 ഇങ്ങനെ കോമ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 1 by 1 ആയിട്ട് താഴോട്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എത്ര ഹെഡിങ്സ് ഉണ്ടെന്ന് അറിയാനായിട്ട് ഈ ഡോക്യുമെൻറ്റ് കംപ്ലീറ്റ് നോക്കുന്നതിനേക്കാളും ഒന്നുകൂടി എളുപ്പം ഈ ലിങ്കിൽ തന്നെ പോയിട്ട് ഇവിടെ ഹെഡിങ്സ് എല്ലാം നമ്മൾ ഹെഡിങ് ഫോമിലായിട്ട് മാറ്റി കൊടുത്തതെല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്ത് എടുക്കാം. ഇതിപ്പം 8 ഹെഡിങ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് H8 വരെ കൊടുക്കാം. ഇനി നമുക്ക് H1 സെലക്ട് ചെയ്യാം. പിന്നീട് ലിങ്ക് സെലക്ട് ചെയ്യുക. ഇവിടെ ആദ്യത്തെ ഹെഡിങ് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ സെലക്ട് ചെയ്യുക. പിന്നീട് സ്ക്രീൻ ടിപ്പായിട്ട് നമുക്ക് ഇൻട്രോ എന്ന് കൊടുക്കാം. ഒരു ചെറിയൊരു വേർഡ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊടുത്തിരുന്നാൽ മതി. അതിനുശേഷം ഓക്കെ കൊടുക്കാം. പിന്നീട് ഇവിടെ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മൗസ് പോയിൻ്റർ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇവിടെ ആ ബോക്സിനകത്ത് ഇൻട്രോ എന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഹെഡിങ് എന്തിനെക്കുറിച്ചുള്ളതാണെന്ന്. ഇനി അടുത്തതേപോലെ H2 സെലക്ട് ചെയ്യുക. പിന്നീട് ലിങ്ക് സെലക്ട് ചെയ്ത് അടുത്ത ഹെഡിങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് സ്ക്രീൻ ടിപ്പായിട്ട് നമുക്ക് ടൈപ്സ് എന്ന് കൊടുക്കാം. പിന്നെ H3 സെലക്ട് ചെയ്യുക. ഇങ്ങനെ അത്രയും ഹെഡിങ്സിൻ്റെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതിൻ്റെ പ്രയോജനം ഏതെങ്കിലും ഒരു ഹെഡിങ്ങിന് താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായി നമ്മൾ കംപ്ലീറ്റ് ഈ ഡോക്യുമെൻറ്റ് സെർച്ച് ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല. പകരം ഈ ഹെഡിങ്സിലേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ സ്ക്രീൻ ടിപ്പ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കത് അറിയാൻ സാധിക്കും ഇതിനകത്ത് എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഹെൽത്ത് ഹസാർഡ്സിനെ കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടേക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വരാൻ സാധിച്ചു. ഇനി ബുക്ക് മാർക്സ് ആണ്. ബുക്ക് മാർക്സ് നമ്മളിവിടെ ബുക്ക് മാർക്സ് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കും. അതിനുശേഷം ഇവിടെ വന്ന് ഇതൊന്നും കൂടി ഒന്ന് നോക്കാം. ഇവിടെ ഇനി അടുത്തതായി ക്രിയേറ്റ് ന്യൂ ഡോക്യുമെൻ്റ് ആണ്. അതൊന്ന് സെലക്ട് ചെയ്യാം. നമ്മൾ ഈ ഡോക്യുമെൻ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് പുതിയൊരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ലിങ്ക് കൊടുക്കാവുന്നതാണ്. ഹെൽത്ത് ഹസാർഡ്സിനെ കുറിച്ച് നമ്മൾ ഇത്രയും ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ കുറച്ച് വേറെ കുറേ ഇമേജസോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളോ ഒക്കെ പിന്നീട് നമുക്ക് ഒരു ഡോക്യുമെൻറ്റിനകത്ത് ടൈപ്പ് ചെയ്ത് ആക്കുകയോ അല്ലെങ്കിൽ പുതിയൊരു ഡോക്യുമെൻറ്റിനകത്ത് ഇപ്പോൾ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിലോ ഇവിടെ നമുക്ക് ഒരു ഡോക്യുമെൻറ്റ്
ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ പുതിയ ഡോക്യുമെൻറ്റിൻ്റെ പേര് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെയും ടെസ്റ്റ് ഡിസ്പ്ലേ എന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെയും കൊടുക്കാം. ഇവിടെ ഹെൽത്ത് ഹസാർഡ്സ് UV എന്ന് കൊടുക്കാം. നെയിം ഓഫ് ദ ഡോക്യുമെൻറ്റ് നമുക്ക് ഹെൽത്ത് ഹസാർഡ്സ് എന്ന് മാത്രം കൊടുത്താലും മതി. ഇഷ്ടമുള്ള പേര് കൊടുക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് ഹസാർഡ്സ് UV ആ പേര് തന്നെ നമുക്ക് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഇവിടെ പാത്ത് കൊടുത്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം, വേറെ ലൊക്കേഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഇനി ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് ദ ന്യൂ ഡോക്യുമെൻറ്റ് ലേറ്റർ, അടുത്തത് എഡിറ്റ് ദ ന്യൂ ഡോക്യുമെൻറ്റ് നൗ എന്നുള്ളത്. ആദ്യത്തെ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓക്കെ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു പുതിയ ഡോക്യുമെൻറ്റ് ഓപ്പണായി വരികയില്ല. പകരം നമ്മൾ ഈ കൊടുത്ത ഈ ഒരു നെയിം ഇവിടെ വരും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഡോക്യുമെൻറ്റിലേക്ക് ന്യൂ ആയിട്ട് പോയി അവിടെ നമുക്ക് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ഓപ്ഷനാണ് ഇവിടെ ഡിഫോൾട്ടായി ഓണായി കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് നമ്മൾ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉടൻ തന്നെ നമുക്ക് ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ഓപ്പൺ ആയി വരും. അവിടെ നമുക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് നമുക്ക് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ ഒരു പുതിയ ഡോക്യുമെൻറ്റ് ഓപ്പൺ ആയി വന്നു. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ഡോക്യുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാനിപ്പോൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്കിതങ്ങ് സേവ് ചെയ്യാം. പിന്നീട് ഇത് ക്ലോസ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ ഈ ഒരു പേരിലുള്ള ഈ ഫയലിലായിരിക്കും സേവ് ആകുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും നമുക്കത് കാണണമെങ്കിൽ അല്ലെങ്കിൽ ബാക്കിയുള്ളത് ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, അത് ഓപ്പൺ ആകും. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ അങ്ങനെയാണ് വരുന്നത്. ഇനി ആദ്യത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതെങ്കിലോ, അതിനായിട്ട് നമുക്ക് മറ്റൊരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ലിങ്ക് സെലക്ട് ചെയ്തു, പിന്നീട് ടെസ്റ്റ് ഡിസ്പ്ലേ, നമുക്കിപ്പോൾ ഇവിടെ വെറുതെ ഹെൽത്ത് എന്നും കൊടുക്കാം. പിന്നീട് ഇവിടെ നെയിം ഓഫ് ദ ഡോക്യുമെൻറ്റും നമുക്ക് ഹെൽത്ത് എന്ന് കൊടുക്കാം. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം, പിന്നീട് ഓക്കെ കൊടുക്കാം. ഇവിടെ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ആയി, പക്ഷേ നേരത്തെ പോലെ ഓപ്പൺ ആയി ഇവിടെ വന്നില്ല നമുക്ക് ടൈപ്പ് ചെയ്യത്തക്ക വിധത്തിൽ. ഇതിനകത്ത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വേണമെങ്കിലും ടൈപ്പ് ചെയ്യുകയും ചെയ്യാം. അതിനായിട്ട് ഇത് സെലക്ട് ചെയ്യാം. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ആ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് ഓപ്പൺ ആയി വന്നു. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാം. ഇനി അടുത്തത് ഇമെയിൽ അഡ്രസ്സാണ്. അത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിനകത്ത് മെയിൽ അഡ്രസ്സ് കൊടുക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വിഷയമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ആർക്കെങ്കിലും മെയിലോ മറ്റോ അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമുക്കിവിടെ കൊടുക്കാം. ഇപ്പോൾ റെഫർ ഇമെയിൽ എന്ന് കൊടുത്തിട്ട് നമുക്ക് അതിവിടെ കൊടുക്കാം. അതിനായിട്ട് ലിങ്ക് സെലക്ട് ചെയ്തു, ഇമെയിൽ അഡ്രസ്സ് സെലക്ട് ചെയ്തു. നേരത്തെ ഇതേപോലെ കൊടുത്തിട്ടുള്ള മെയിൽ IDs ആണെങ്കിൽ അതൊക്കെ ഇതുപോലെ ബോക്സിൽ വരും, അവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതല്ല നമുക്ക് പുതിയതായിട്ടുള്ള ഏതെങ്കിലും മെയിൽ ID ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ മെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് സബ്ജക്റ്റ്, അതായത് ഈ മെയിലിൻ്റെ സബ്ജക്റ്റ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പം ഇത് UV റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം, UV തന്നെ കൊടുത്തേക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ മെയിൽ ID ഇവിടെ വന്നു. അത് വെറുതെ ടൈപ്പ് ചെയ്ത് കണക്കല്ല, ജസ്റ്റ് നമുക്കിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് ആ മെയിലിലേക്ക് പോകാവുന്നതാണ്. ഇനി അടുത്തത് ബുക്ക് മാർക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഡോക്യുമെൻറ്റ് വായിക്കുമ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യം വരുമ്പോൾ അവിടേക്ക് പെട്ടെന്ന് തന്നെ പോകുവാനും, അതുപോലെ നമ്മളുടെ ഡോക്യുമെൻറ്റ് വായിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലും ജോലിക്കായിട്ടോ മറ്റെന്തെങ്കിലും അത്യാവശ്യത്തിനായിട്ടോ നമ്മളൊന്ന് പോകുമ്പോൾ എവിടം വരെയാണ് നമ്മൾ വായിച്ച് നിർത്തിയതെന്ന് പിന്നീട് നമ്മൾ വന്ന് നോക്കുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് അവിടെ നമ്മളൊരു ചെറിയൊരു മാർക്കിങ് കൊടുക്കുന്നത് പോലെ ചെയ്യാനും ഒക്കെയാണ് ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റ് വായിച്ച് ഏകദേശം ഒരു ഇവിടം വരെയൊക്കെ എത്തിയപ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലും ഒരു വർക്ക് വന്ന് അപ്പോൾ നമ്മളത് നിർത്തിയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ലാസ്റ്റ് വേർഡ് ഒന്ന് സെലക്ട് ചെയ്യുക, പിന്നീട് ബുക്ക് മാർക്ക് സെലക്ട് ചെയ്യുക, അതിനുശേഷം ബുക്ക് മാർക്ക് നെയിം ഇവിടെ കൊടുക്കുക. ബുക്ക് മാർക്ക് നെയിം കൊടുക്കുമ്പോൾ എപ്പോഴും ഒറ്റ വേർഡ് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒന്നിൽ കൂടുതൽ വേർഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഈ ഓപ്ഷൻസ് ഒന്നും ആക്റ്റീവ് ആവുകയില്ല. അപ്പോൾ നമുക്കിവിടെ നമ്മൾ എവിടെയാണോ വായിച്ച് നിർത്തിയത് അവിടെ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തത്, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ഒന്ന് കൊടുക്കാം. അതിനുശേഷം ആഡ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടുത്തെ ആക്റ്റീവായി കിടക്കുകയാണ്. അതേസമയം സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ഹിയർ എന്നോ മറ്റോ ഇങ്ങനെ രണ്ടാമതൊരു വേർഡ് കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇത് ആക്റ്റീവ് ആകുകയില്ല. അപ്പോൾ ഒറ്റ വേർഡിൽ ബുക്ക് മാർക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.
പിന്നീട് ആഡ് സെലക്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്ത ശേഷം സേവ് ചെയ്ത് നമ്മൾ ഈ ഡോക്യുമെൻറ്റ് ക്ലോസ് ചെയ്ത് പിന്നീട് എപ്പോഴെങ്കിലും ഒരവസരത്തിൽ വന്നിട്ട് നമ്മൾ ഈ ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ടോപ്പിലായിരിക്കും വന്ന് കിടക്കുന്നത്. നമ്മൾ വായിച്ച് നിർത്തിയ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ബുക്ക് മാർക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റോപ്പ്, ഇപ്പോൾ ഒരെണ്ണമേ ഉള്ളൂ, അതുകൊണ്ട് അത് സെലക്റ്റഡായി കിടക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഗോ ടു കൊടുക്കുക, എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് അവിടേക്ക് വന്നു. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ ബുക്ക് മാർക്ക് ചെയ്തിടാം. ഇപ്പോൾ ഐ ഡാമേജ്, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അത് നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് ബുക്ക് മാർക്ക് ചെയ്തിടാം. ഇവിടെ ജസ്റ്റ് അങ്ങ് സ്റ്റോപ്പ് എന്നുള്ളത് സെലക്റ്റഡായി കിടക്കുകയാണ്, അത് കുഴപ്പമില്ല. നമ്മൾ ഐ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് ഓവർ റൈറ്റ് ചെയ്ത് വന്നോളും. വീണ്ടും ആഡ് കൊടുക്കുക. ബുക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ബ്ലൂ കളറിൽ വരികയോ അല്ലെങ്കിൽ ഒരു ലിങ്ക് പോലെ ആകുകയോ ഒന്നും ചെയ്യത്തില്ല. മൗസ് പോയിൻ്റർ കൊണ്ടുപോകുമ്പോൾ അതിങ്ങനെ ഹാൻഡ് ഫോമിലാകുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇത് പഴയതുപോലെ തന്നെയായിരിക്കും കാണപ്പെടുന്നത്. അതുപോലെ ടൈപ്സ് ഓഫ് UV റേഡിയേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അത് നമുക്ക് ബുക്ക് മാർക്ക് ചെയ്യാം. ടൈപ്സ് എന്ന് പറഞ്ഞിട്ട് ആഡ് കൊടുക്കുക. ഇങ്ങനെ ബുക്ക് മാർക്ക് ചെയ്യുന്നതെല്ലാം ഈ ബുക്ക് മാർക്ക് സെലക്ട് ചെയ്യുമ്പോൾ 1 by 1 ആയിട്ട് വരും. നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തിട്ട് ഗോ ടു കൊടുക്കുക. അതിനുശേഷം ഈ വിൻഡോ ക്ലോസ് ചെയ്യുക. അപ്പോൾ അവിടേക്ക് ഡയറക്റ്റായിട്ട് വരാനും സാധിക്കും. അപ്പോൾ നമ്മൾ ലിങ്ക് കമാൻഡ് നോക്കിയപ്പോൾ ഇവിടെ നമ്മൾ ബുക്ക് മാർക്ക് കണ്ടായിരുന്നു പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെൻറ്റിൽ. ഇവിടെയും കണ്ടു ബുക്ക് മാർക്ക് കൊടുത്തപ്പോൾ ആ ബുക്ക് മാർക്ക് എല്ലാം 1 by 1 ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്തിടാൻ പറ്റും. ഐ ഡാമേജിനെ കുറിച്ച് അറിയാൻ, സ്റ്റോപ്പ് എവിടെയാണ് നമ്മൾ വായിച്ച് നിർത്തിയതെന്ന് അറിയാൻ അവിടെയൊക്കെ വേണമെങ്കിൽ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തിടാം. അല്ലെങ്കിൽ ടൈപ്സിലേക്ക് നമുക്ക് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തിടാം. അപ്പോൾ ഐ ഡാമേജിലേക്ക് നമുക്ക് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തിടണമെങ്കിൽ നമ്മളിത് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് താഴെ എവിടെയെങ്കിലും നമ്മൾ വായിച്ച് തീരുമ്പോഴാണ് നമുക്ക് ഐ ഡാമേജിനെ കുറിച്ച് കുറച്ചുകൂടി ഒന്ന് നോക്കണമെങ്കിൽ നമുക്ക് ഇവിടെ താഴെ ഐ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് മനസ്സിലാകുന്ന വിധത്തിൽ ഏതെങ്കിലും വേർഡ് കൊടുത്തിരുന്നാൽ മതി. അത് സെലക്ട് ചെയ്ത് ലിങ്ക് സെലക്ട് ചെയ്ത് ഇവിടെ നിന്നും ഐ എന്ന് സെലക്ട് ചെയ്യാം. പിന്നീട് ഓക്കെ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തതുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഐ ഡാമേജിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ആ ഭാഗം മാത്രം കാണണമെങ്കിൽ ഈ ഡോക്യുമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സെർച്ച് ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മൾ ഐ സെലക്ട് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് ആ ഭാഗത്തേക്ക് നമ്മൾ വന്നു. ഇനിയും ഇവിടെയും ബുക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതും ഇങ്ങനെ തന്നെയാണ്. ബുക്ക് മാർക്കും ഹെഡിങ്സും ഒക്കെ അതും ഇങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക, പിന്നീട് ഓക്കെ കൊടുക്കുക. പിന്നീട് ഇവിടെ ഒരു ഓപ്ഷൻ ടാർഗറ്റ് ഫ്രെയിം ആണ്. നമ്മൾ ഈ ഡോക്യുമെൻറ്റ് കാണാനുള്ള ആ ഒരു ഫ്രെയിം സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സേവ് ഫ്രെയിം ഉണ്ട്, ഹോൾ പേജ് ഉണ്ട്, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് ആവശ്യമുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തത് ക്രോസ് റെഫറൻസ് ആണ്. അതായത് നമ്മൾ ഈ ഡോക്യുമെൻറ്റ് വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷനാണ് മറ്റേതെങ്കിലും ഒരു ഭാഗം എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, തമ്മിലൊന്ന് ക്രോസ് റെഫർ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ അത്തരത്തിൽ ഒരു ലിങ്ക് പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഇടാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ മെക്കാനിസംസ് ഓഫ് ഡാമേജ് നോക്കുമ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഹെൽത്ത് ഹസാർഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ് ഒക്കെ ആയിട്ടൊന്ന് റെഫർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഈ മെക്കാനിസംസ് ഓഫ് ഡാമേജുമായിട്ട് ഒന്ന് റിലേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് റെഫറൻസ് എന്ന് കൊടുക്കാം. പിന്നീട് ക്രോസ് റെഫറൻസ് സെലക്ട് ചെയ്ത് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഹെഡിങ്, ബുക്ക് മാർക്ക്, ഫുട് നോട്ട്, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഈ രീതി കൊടുത്തിരിക്കുന്നതെല്ലാം നമുക്ക് റെഫറൻസ് ആയിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ്. അത് ഹെഡിങ് സെലക്ട് ചെയ്യുമ്പോൾ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് സെലക്ട് ചെയ്തിട്ട് പിന്നീട് ഇവിടെ ഹെഡിങ് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് സെലക്ട് ചെയ്യുമ്പോൾ എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ് എന്നായിരിക്കും ഇവിടെ വരുന്നത്. അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് പേജ് നമ്പറോ അല്ലെങ്കിൽ ഹെഡിങ് നമ്പറോ ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഹെഡിങ് ടെക്സ്റ്റ് തന്നെ കൊടുക്കാം. അതിനുശേഷം ഇൻസേർട്ട് കൊടുക്കാം. പിന്നീട് ഇത് ക്ലോസ് ചെയ്യാം. ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഇതൊരു ലിങ്ക് പോലെയല്ല വന്നിരിക്കുന്നത്, ബ്ലൂ കളറിലോ അണ്ടർലൈനോ ഒന്നുമില്ല. പക്ഷേ ഇവിടെയൊക്കെ മൗസ് പോയിൻ്റർ കൊണ്ടുപോകുമ്പോൾ ഒരു ഹാൻഡ് ഫോമിലോട്ടാകും. അതുപോലെ മുകളിലും ആ ബോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ എൻവയോൺമെൻറ്റ് ഹസാർഡ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ ഭാഗത്തേക്ക് പെട്ടെന്ന് തന്നെ വരാനായിട്ട് സാധിക്കും. ഇതേപോലെ നമുക്ക് പേജ് നമ്പറും കൊടുക്കാം. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് നമുക്ക് കൺക്ലൂഷൻ്റെ ഒരു റെഫറൻസ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതേപോലെ റെഫറൻസ് എന്ന് കൊടുത്തിട്ട് കൺക്ലൂഷൻ എവിടെയാണ്, ഏറ്റവും ലാസ്റ്റ് പേജിലേ കിടക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് പേജ് ഈ പേജിലാണ്. അപ്പോൾ അത് 4 ആണ്, പേജ് 4 ആണ്.
അപ്പോൾ ഈ പേജ് 4 എന്നുള്ളത് അവിടെ വരും. റെഫറൻസ് എന്നുള്ളത് ക്രോസ് റെഫറൻസ് സെലക്ട് ചെയ്ത് ഹെഡിങ്സിൽ കൺക്ലൂഷൻ സെലക്ട് ചെയ്ത് ഇവിടെ നമുക്ക് പേജ് നമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇൻസേർട്ട് കൊടുത്ത് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ പേജ് 4 എന്ന് വന്നു. നമുക്ക് ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇനി മൗസ് പോയിന്റർ ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ കൺക്ലൂഷൻ്റെ ആ ഭാഗത്തേക്ക് പോയി. ഇങ്ങനെ എല്ലാം കൊടുത്ത ശേഷം നമ്മൾ ഈ ഡോക്യുമെൻറ്റിലും ഇത് സേവ് ചെയ്യണം. എങ്കിൽ മാത്രമേ പിന്നീട് ഈ ഡോക്യുമെൻറ്റ് ക്ലോസ് ചെയ്ത ശേഷം പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതൊക്കെ ഇതേപോലെ കാണുകയുള്ളൂ. ഒരു ഡോക്യുമെൻറ്റ് തയ്യാറാക്കുമ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കമാൻഡ്സ് ആണ് ഈ ലിങ്ക്സ് എന്ന ഗ്രൂപ്പിനകത്ത് ഉള്ളത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനിയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.